കായംകുളം ബ്രൈറ്റ് അക്കാദമിയുടെ 7ാം വാർഷികാഘോഷവും ക്രിസ്മസ് ആഘോഷവും നടത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഫൽ ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2017 പ്രവർത്തനം ആരംഭിച്ച ബ്രൈറ്റ് അക്കാദമിയുടെ 7ാമത് വാർഷികവും ക്രിസ്മസ് ആഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു. 8ാം വർഷത്തിലേക്ക് കടക്കുന്ന ബ്രൈറ്റ് അക്കാദമി ഹൈസ്കൂൾ ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം പ്രഖ്യാപിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് നിയാസ് അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷവും ക്രിസ്മസ് കേക്ക് മുറിക്കൽ പരിപാടിയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഫൽ ചെമ്പകപ്പള്ളി നിർവഹിച്ചു. ക്ലാസ്സോടുകൂടി രാവിലെ ആരംഭിച്ച നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഒരു ക്ലാസ് മുറിയിൽ പകുതി ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ രണ്ടാക്കി പിന്നീട് മാറ്റുകയാണ് ചെയ്തത്. ആദ്യം നമ്മൾ തന്നെ പകുതി ഒരു ഭാഗം അപ്പുറത്തും ഒരു ഭാഗം ഇപ്പുറത്തും ആക്കി മാറ്റി ഇതിനെ തിരിച്ചുകൊണ്ട് നടത്തിയ ഒരു ആദ്യത്തെ ക്ലാസ് വെറും ഒരു 20 വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ആ 20 വിദ്യാർത്ഥികൾ വന്നത് പല വഴികളിലും പല കഥകളുമുണ്ട്. അതുപോലെ അങ്ങനെ ഞങ്ങൾ ആ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ആരംഭിച്ചത്. ആ ക്ലാസ് തുടക്കം കുറിക്കുന്നത് ദീപു സാറാണ്. രാവിലെ 7 മണിക്ക് ഒഫീഷ്യലായി നമ്മൾ ഈ ഒരു പരിപാടി വെച്ച് വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ച് നാട്ടുകാരെയും അതുപോലെ വിശിഷ്ട അതിഥികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു. അന്ന് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമുക്ക് അനുഗ്രഹിച്ചു തന്നത് അന്നത്തെ നമ്മുടെ MP ആയിരുന്നു. ഇന്ന് നമ്മുടെ MP ആണ് അദ്ദേഹം, ശ്രീ KC വേണുഗോപാൽ സാറാണ്. അദ്ദേഹം വൈകുന്നേരം 2017 ഡിസംബർ 23 വൈകിട്ട് ഒരു 5 മണി സമയത്ത് നമുക്ക് വിളക്ക് തെളിയിച്ച് അനുഗ്രഹിച്ച് നമ്മളെ പറഞ്ഞ് ഈ സ്ഥാപനത്തേക്ക് വിട്ടതാണ്. അപ്പോൾ ഈ സ്ഥാപനം പിന്നീട് നമ്മൾ നേരത്തെ നിയാസ് സാർ പറഞ്ഞ ഒരു ഷെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യ വർഷം തന്നെ എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു തുടങ്ങി. ആദ്യ വർഷത്തിൽ തന്നെ ഞങ്ങൾ എൻട്രൻസുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ വർഷം കൂടി കഴിയുമ്പോഴും നമ്മുടെ റിസൾട്ടുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിന് പ്രധാനമായ കാരണക്കാരായ 2 വ്യക്തികളാണ്. ഒന്ന് ദീപു സാറും മറ്റൊന്ന് നിയാസ് സാറും. അവരുടെ ആത്മാർത്ഥമായ വളരെ കഷ്ടപ്പെട്ട് ഡയറക്ടറും അക്കാഡമിക് ഹെഡുമായ ദീപു വാർനാഥ്, അധ്യാപകരായ മണികണ്ഠൻ, വൈശാഖ് വിശ്വൻ, ബിനു ഗോപാൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. അവതാരികയെ സ്റ്റാഫ് കോർഡിനേറ്റർ നേഹ രഞ്ജിത്ത്, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഹന്ന ഫാത്തിമ നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.